ഒരാവശ്യമില്ലാതെ ആ ഹൈവേയിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സുബ്രോണ് കേട്ടോ. അവന് വെറുതെ ഇങ്ങനെ ഇരുന്ന് ഞാൻ അപ്പം പറയും നമുക്ക് ഹൈവേയിലോട്ട് പോകാമെന്ന്. അപ്പോൾ ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് അവനെങ്ങനെ ഇരുത്തും. അപ്പോൾ ട്രക്ക്, ലോറി, സകലമാന വണ്ടികളും കാണാൻ പറ്റുമല്ലോ. ആളങ്ങനെ ഇരുന്ന് ആസ്വദിക്കും. ഇങ്ങനെ വണ്ടികൾ എത്ര ആസ്വദിച്ചാലും മതിയാവാത്ത മക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവനെ എത്ര കണ്ടാലും മതിയാവില്ല. ഇവനെ ഏകദേശം എല്ലാവിധ സ്റ്റേറ്റ്സുകളുടെയും രജിസ്ട്രേഷൻ നന്നായിട്ട് അറിയാം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ ചുമരുകളിൽ ഫുള്ള് മൊബൈൽ നോക്കി എഴുതി വെച്ചിരിക്കുക രജിസ്ട്രേഷൻ. ഈ രജിസ്ട്രേഷൻ ആൾ കാണാപ്പാടം പഠിച്ചിട്ട് ഓരോ വണ്ടികൾ കാണുമ്പോൾ ജെ ഗുജറാത്ത് ഇങ്ങനെയൊക്കെ പറയലാണ് ആളുടെ മെയിൻ പണി കേട്ടോ. അപ്പോൾ അത് ഹൈവേയിൽ പോയിരുന്ന് ആളിങ്ങനെ ഇരുന്ന് ആസ്വദിക്കുക വണ്ടികൾ. ഓരോ വണ്ടികളുടെ എൻജിൻ നോക്കും, ടയർ നോക്കും, ഇലക്ട്രിക് വണ്ടിയാണോ നോക്കും, അത് പെട്രോളിൽ ഓടണമെന്ന് നോക്കും. അങ്ങനെ എല്ലാവിധ ഐഡിയകളും വണ്ടീനെ പറ്റി അവന് നന്നായിട്ട് അറിയാം. അപ്പോൾ എക്സാമിന് പഠിക്കാനായിട്ട് വേഗം പഠിച്ച് ഞാൻ ഹൈവേയിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആൾ വേഗം പോയിരുന്ന് ലെസനൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടാണ് ഹൈവേയിൽ പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എക്സാം ആവണതിൻ്റെ ചൂടൊക്കെ ആൾക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടികൾ കണ്ട് ഇങ്ങനെ ഇരുന്ന് സമാധാനിക്കാൻ തോന്നുന്നുണ്ട് കുട്ടി. എല്ലാവർക്കും ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കണം എന്നൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ. പക്ഷെ ആർക്കും സമയമില്ല, അതാണ് സത്യം. പക്ഷെ അവന് കുറേ സമയമുണ്ടല്ലോ, അതുകൊണ്ട് അവന് ആസ്വദിക്കാനും സമയമുണ്ട്. ഈ വണ്ടിയുമ്പോൾ ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും ആ ഹൈവേയിൽ ഇരുന്ന് അങ്ങനെ ഇരുന്നോളും. രാത്രി ആവണ വരെയാണെങ്കിൽ അവ അവിടെ ഇരുന്നോളും. അത്രയ്ക്ക് വണ്ടിയോട് അവന് അത്രയും ക്രേസാണ് കേട്ടോ. വലുതാകുമ്പോൾ നമ്മൾ പറയും അവനോട് PSC പഠിച്ച് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവനോട് ചോദിക്കും നിനക്ക് എന്താ അവൻ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്താ പറയാമെന്നറിയോ, JCB ഡ്രൈവറെന്ന്. പക്ഷെ എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ഇന്നതാവണം എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ നീലായിട്ട് ഇങ്ങനെ അവനോട് ചോദിക്കും നിനക്ക് എന്താവാനാന്ന്. അപ്പോൾ അവൻ പറയുന്ന ഡയലോഗാണ് JCB ഡ്രൈവറെന്ന്. ഓക്കെ, അതൊക്കെ അവൻ്റെ എന്താ പറയുക ഭാഗ്യം, അല്ലെങ്കിൽ അവൻ്റെ തലവര, അതുപോലെ വരട്ടെ. തിരിച്ച് വരുമ്പോഴാണ് കേട്ടോ എന്തോ കൊടിയേറ്റാണോ അതെന്തോ പൂരെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ കൊടുക്കാട്ടോ വേലയും അതുപോലെ ഒരേ അമ്പലങ്ങളിലും വേലകൾ തുടങ്ങാൻ പോവുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ കൊടിയേറ്റത്തിൻ്റെ ചെണ്ടമേളം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ വഴിക്കുന്ന ആയതുകൊണ്ട് അതൊരു ശ്രീകൃഷ്ണ ക്ഷേത്രവും അങ്ങനെ ഒരുപാട് തിരുവറ ശിവക്ഷേത്രം അങ്ങനെയുള്ള വഴിയാണത്. അപ്പോൾ റിലയൻസിൻ്റെ മുകളിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ അത്. കുറച്ച് നേരം അങ്ങനെ നിന്നു. അപ്പോൾ നമ്മുടെ എല്ലാ വീടുകളിലും അതുപോലെ കൊടിയേറ്റവും അതുപോലെ പറയെടുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. കാരണം പൂരങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി, എല്ലാവിടെയും തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ടൗണിൽ തന്നെ ഇഷ്ടംപോലെ അമ്പലങ്ങളുള്ളതുകൊണ്ട് എവിടെ പോയാലും കൊടിയേറ്റങ്ങളും ഉത്സവങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മുടെ മെയിൻ വേല വരുന്നത് ഏപ്രിലാണ്. അപ്പോൾ ഇത് പടാർക്കാവ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലത്തെ ആണോ തിരുവറയിലത്തെ ആണോ എന്ന് അറിയില്ല. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു, തിരിച്ചു പോന്നു.